Good morning, children. Once again, welcome to the world of information and communications technology. എല്ലാവർക്കും ഒരിക്കൽ കൂടി ICT ക്ലാസ്സിലേക്ക് സ്വാഗതം. Okay, today we are going to discuss about our sixth chapter. നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, all of you take your page number 50. എല്ലാവരും പേജ് നമ്പർ 50 എടുത്തു വെക്കുക. ഓക്കെ, ചാപ്റ്റർ 6 ഇൻടു ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് ദി സ്കൈ, ആകാശ വിസ്മയങ്ങളിലേക്ക്. ഓക്കെ, യു ക്യാൻ സി എ പിക്ചർ അല്ലേ? നിങ്ങൾക്കൊരു പിക്ചർ ഇവിടെ കാണാം, ഒരു ചിത്രം കാണാം, ഒരു കുട്ടിയുടെ ചിത്രം, ഒരു ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം നിങ്ങൾക്ക് കാണാം അല്ലേ? അതിന് താഴെ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിട്ടുള്ളത്? എ മൂൺലൈറ്റ് നൈറ്റ്, അപ്പു വെന്റ് ഔട്ട് വിത്ത് ഹിസ് father. They looked at the sky for a long time. How does moon have so much light? The moon is not in this shape always, is it? Does it change its position? Are there only the sun, the moon, and the stars in the sky? Apu has many such doubts. പുറത്ത് നല്ല നിലാവ് അല്ലേ? അപ്പു അച്ഛനൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പു അച്ഛൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി. ഏറെ നേരം മാനത്തേക്ക് നോക്കി നിന്നു. അപ്പോൾ അപ്പുവിൻ്റെ കുറേ സംശയങ്ങളാണ് പറയുന്നത്. നമുക്കും സംശയങ്ങൾ ഉണ്ടാവില്ലേ? നമ്മൾ സന്ധ്യക്കൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കിയാൽ നമുക്കും പല സംശയങ്ങളും ഉണ്ടാവും. അപ്പം അതുപോലെ അപ്പുവിനും കുറേ സംശയങ്ങൾ വന്നു. അമ്പിളിമാമൻ എന്താ ഇത്രയും വെളിച്ചം? അമ്പിളിമാമൻ എല്ലാ ദിവസവും ഇതേ വലിപ്പത്തിലല്ലല്ലോ. ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് സംശയങ്ങളായിരുന്നു അപ്പുവിന് അല്ലേ? അപ്പോൾ അപ്പുവിൻ്റെ കുറച്ച് സംശയങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പം നിങ്ങൾക്കും ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ടാവും അല്ലേ? ആകാശത്തേക്ക് നോക്കിയിട്ട് നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവും. The sense of wonder instilled in us by the beautiful sights of the sky is really great. We are unable to see all these astonishing sights with our naked eyes. Usually, a telescope is used to observe the sky and its objects. ആകാശ കാഴ്ചകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന വിസ്മയം വളരെ വലുതാണെന്ന് പറയുന്നത്. ഇത്തരം അത്ഭുതങ്ങൾ എല്ലാം നിരീക്ഷിക്കാൻ നമ്മുടെ വെറും കണ്ണുകൾ കൊണ്ട് മാത്രം സാധിക്കുകയില്ല. നമ്മൾ വെറും കണ്ണ് കണ്ട് നോക്കിയാൽ മാത്രം നമുക്ക് സാധിക്കുകയില്ല ഇത്രയും ആകാശത്തിലെ അത്ഭുതങ്ങളൊക്കെ നിരീക്ഷിക്കാം അല്ലേ? ബട്ട് ടെലിസ്കോപ്സ് മേ നോട്ട് ബി അവൈലബിൾ എവരിവെയർ. ആകാശ വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിന് സാധാരണയായി ടെലിസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? പക്ഷേ ഇത് എല്ലായിടത്തും ലഭ്യമാണെന്നില്ലല്ലോ അല്ലേ? നമ്മളെല്ലാവരുടെയും വീട്ടിലൊന്നും ഉണ്ടാവണമെന്നില്ല ടെലിസ്കോപ്പ് അല്ലേ? അതൊക്കെ സയൻസ് പാർക്കിലും അതിനോടനുബന്ധിച്ച മറ്റുള്ള സ്ഥലങ്ങളിലാണ് ടെലിസ്കോപ്പ് മിക്കവാറും കാണാനാവുക നമുക്ക്. അപ്പോൾ ടെലിസ്കോപ്പിൽ കൂടെ നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് എന്തായാലും ക്ലിയർ ആയിട്ടുള്ള ഇങ്ങനത്തെയുള്ള വണ്ടേഴ്സ് ഓഫ് ദ സ്കൈ അല്ലെങ്കിൽ ആകാശത്തെ അത്ഭുതങ്ങൾ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ യുബണ്ടുവിലും ദർ ആർ സോഫ്റ്റ്വെയർസ് വിച്ച് ഇമിറ്റേറ്റ് ദ വണ്ടേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എക്സാക്ട്ലി. ഇത്തരം പ്രപഞ്ച വിസ്മയങ്ങൾ കൃത്യമായി അനുകരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ്. അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയറാണ് സ്റ്റെലേറിയം. സ്റ്റെലേറിയം എന്നുള്ള ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റെലേറിയം? വാട്ട് ഈസ് സ്റ്റെലേറിയം? സ്റ്റെലേറിയം ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ഇമിറ്റേറ്റ് ദ വണ്ടേഴ്സ് ഓഫ് യൂണിവേഴ്സ് എക്സാക്ട്ലി. എന്താണ്? പ്രപഞ്ച വിസ്മയങ്ങൾ കൃത്യമായി അനുകരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? സ്റ്റെലേറിയം. സ്റ്റെലേറിയം എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര്. ലെറ്റ്സ് നോ ദ മൂൺ. അമ്പിളിമാമനെ അടുത്തറിയാന്നുള്ളൊരു ഹെഡിങ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ സെക്ഷനിൽ ഒരു പിക്ചർ കാണാം അല്ലേ? സ്റ്റെലേറിയം എന്നുള്ള ഒരു പിക്ചർ, അതിൻ്റെ ഐക്കനാണ് സ്റ്റെലേറിയം എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്റ്റെലേറിയം സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യമായിട്ട് പറയേണ്ടത് ഹൗ ക്യാൻ വി ഓപ്പൺ സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ? എങ്ങനെയാണ് സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് തുറക്കുന്നത്? എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്
അപ്ലിക്കേഷൻസ് സയൻസ് സ്റ്റെലേറിയം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്ലിക്കേഷൻസ് സയൻസ് സ്റ്റെലേറിയം അല്ലേ? അത് പഴയ വേർഷൻ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഉബുണ്ടുവിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ 18.04 ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ വേർഷനിൽ ഉണ്ടായിരുന്നൊരു വേ ആണ്, അല്ലെങ്കിൽ സ്റ്റെലേറിയം തുറക്കാൻ വേണ്ടി ഉപയോഗിച്ച വഴിയാണ് ആപ്ലിക്കേഷൻ സയൻസ് സ്റ്റെലേറിയം. ഓക്കെ, ഇൻ ലേറ്റസ്റ്റ് വേർഷൻ, ഉബുണ്ടുവിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിൽ എന്താണ്? ആപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ സ്റ്റെലേറിയമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ആ സയൻസ് എന്നുള്ള അവിടെ ജസ്റ്റ് കറക്റ്റ് ചെയ്യുക, എഡ്യൂക്കേഷൻ എന്ന് എഴുതുക. ഓക്കെ, അപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ സ്റ്റെലേറിയം. ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിരിക്കും, അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്ലിക്കേഷൻ സയൻസ് എന്നുള്ളതാണെങ്കിൽ മാത്രം മാറ്റുക. അപ്പോൾ സ്റ്റെലേറിയം തുറക്കുന്നത് അപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ സ്റ്റെലേറിയം. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു വർക്ക് തരാം. ഓക്കെ, അവിടെ ഒരു ടേബിൾ ഉണ്ട്, ടേബിൾ 6.1, ന്യൂ മൂൺ ആൻഡ് ദ ടൈം ഓഫ് സൺസെറ്റ്. പട്ടിക 6.1 അമാവാസിയും അസ്തമയ സമയവും. അവിടെ പറഞ്ഞിട്ടുണ്ട് 2 കോളംസ് ഉണ്ട്. നെക്സ്റ്റ് ന്യൂ മൂൺ ഡേറ്റ്, ദ ടൈം ഓഫ് സൺസെറ്റ്, അടുത്ത അമാവാസി വരുന്ന തീയതി, അന്നത്തെ സൂര്യാസ്തമയ സമയം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് കലണ്ടർ നോക്കുക. കലണ്ടർ നോക്കിയിട്ട് എന്ത് ചെയ്യുക? അടുത്ത അമാവാസി അല്ലെങ്കിൽ നെക്സ്റ്റ് ന്യൂ മൂൺ ഡേറ്റ് വരുന്ന ദിവസം ഏതാണെന്ന് കലണ്ടർ നോക്കി നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം അടുത്ത അമാവാസി വരുന്നത് ഇപ്പോൾ നവംബർ 15 അല്ലെങ്കിൽ 15th നവംബർ ആണെങ്കിൽ എന്ത് ചെയ്യുക? 15th നവംബർ എന്ന് അവിടെ 2020 എന്ന് അവിടെ എഴുതി വെക്കുക, 2020 എന്ന് എഴുതി വെക്കുക. ദ ടൈം ഓഫ് സൺസെറ്റ് കലണ്ടറിൽ കൃത്യമായിട്ട് അന്നത്തെ സൂര്യാസ്തമയ സമയം കൊടുത്തിട്ടുണ്ടാവും. അതിപ്പോൾ 6:45 6:30 6:15 ആണെങ്കിൽ അതവിടെ സമയം എഴുതി വെക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് സ്റ്റെലേറിയം സോഫ്റ്റ്വെയറിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അന്നത്തെ സ്കൈ എങ്ങനെയായിരിക്കും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും, നിരീക്ഷിക്കാൻ പറ്റും അല്ലേ? നമുക്ക് എന്ത് ചെയ്യുക? സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ സ്റ്റെലേറിയം, അപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ സ്റ്റെലേറിയം. ഓക്കെ, മാറിപ്പോകാൻ പാടില്ല, അപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ സ്റ്റെലേറിയം. അപ്പോൾ ഇങ്ങനെയൊരു ഇതാണ് സ്റ്റെലേറിയം ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്ലിക്കേഷൻ സ്റ്റെലേറിയം, അപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ സ്റ്റെലേറിയം. ഇവിടെ മുകളിലും താഴെയായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ഉണ്ട്. ഓക്കെ, ഈ 2 ആരോ മാർക്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്കൈ കാണാം അല്ലേ? ഇതിവിടെ ഇങ്ങനെ കാണാം സ്കൈ. ഓരോ ലേബൽസും ഉണ്ടല്ലേ ഇതിന്. ഇപ്പോൾ ഇവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ കഴിയും. ലൊക്കേഷൻ ഇവിടെ നമുക്ക് തളിപ്പറമ്പാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? തളിപ്പറമ്പ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ വി ക്യാൻ സീ ദ സ്കൈ വ്യൂ ഓഫ് തളിപ്പറമ്പ. തളിപ്പറമ്പിൽ എങ്ങനെയായിരിക്കും ഈ സമയത്തുള്ള ആകാശം, ടൈമും സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആകാശം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ചെയ്യാൻ പറ്റും. കണ്ടോ, നിങ്ങൾ സൂര്യനെ കണ്ടില്ലേ? അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കോൺസ്റ്റലേഷൻ ലൈൻസ്, കോൺസ്റ്റലേഷൻ ലേബൽസ്, കോൺസ്റ്റലേഷൻ ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ക്ലിക്ക് ചെയ്താൽ എന്ത്, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെ കാണാം നമുക്ക്. അപ്പോൾ ഇത് അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, പഠിപ്പിക്കാം. നിങ്ങൾ ജസ്റ്റ് സൺസെറ്റ് ടൈമും അമാവാസി വരുന്ന അടുത്ത അമാവാസി വരുന്ന തീയതി, നെക്സ്റ്റ് ന്യൂ മൂൺ ഡേറ്റിന് തീയതി എഴുതി വെക്കുക. അപ്പം അന്നത്തെ ആകാശം എങ്ങനെയാണെന്ന് നമുക്ക് നിരീക്ഷിക്കാം. ഓക്കെ, ഇതാണ് സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പം എല്ലാവരും ആ ഒരു ഡേറ്റ് കണ്ടുപിടിക്കുക ഇവിടെ. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് today's session. Okay children, goodbye, see you on next class. Have a good day.